യൂണിവേഴ്സിറ്റി പരീക്ഷകൾ നടക്കുന്ന സമയമാണല്ലോ. പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയമാണ്, യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ കോപ്പി അടിച്ചാൽ എന്തൊക്കെയാണ് പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുക എന്ന്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇൻവിജിലേറ്റേഴ്സിൻ്റെ സ്വഭാവം പോലെ ഇരിക്കും ഈ പറയുന്ന കോപ്പിയടിയുടെ പ്രത്യാഘാതങ്ങൾ. വാർണിംഗ് എന്ന രീതിയിൽ കിട്ടിയ ബിറ്റ് ചിലപ്പോൾ ഇൻവിജിലേറ്റേഴ്സ് കളയാറുണ്ട്. ഇനി എഴുതരുത്, ഫസ്റ്റ് വാർണിംഗ് ആയിട്ട് അങ്ങനെ പറയാറുണ്ട്. ചില ഇൻവിജിലേറ്റേഴ്സ് കുട്ടിയുടെ കയ്യിൽ നിന്നും ഒരു മെമ്മോറാൻഡം എഴുതി വാങ്ങിക്കാറുണ്ട്. ഐ വിറ്റ്നസ് ആയിട്ട് 2 കുട്ടികളുടെ കൂടി മെമ്മോറാൻഡം വാങ്ങിക്കാറുണ്ട്. ഇവരുടെ 3 പേരുടെയും രജിസ്റ്റർ നമ്പർ ആഡ് ചെയ്യാറുണ്ട്. ദെൻ കിട്ടിയ തുണ്ട് ആൻസർ ഷീറ്റിൻ്റെ ഒപ്പം പിൻ ചെയ്ത് വെക്കാറുണ്ട്. അതിനോടൊപ്പം തന്നെ ഹോൾ ടിക്കറ്റും പിൻ ചെയ്ത് വെക്കാറുണ്ട്. സാധാരണഗതിയിൽ എല്ലാ കോളേജുകളിലും കാണുന്നത് ഒരു വാർണിംഗ് എന്ന രീതിയിൽ ഇനി നീ എഴുതരുത് എന്ന് പറഞ്ഞ് എഴുതി വാങ്ങിക്കാറാണ് ചെയ്യാറ്. എന്നാൽ പരീക്ഷ നടക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇൻസ്പെക്ഷൻ എന്ന രീതിയിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ സമയത്താണ് കോപ്പി പിടിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ല പണി കിട്ടും. ഒന്നില്ലെങ്കിൽ എഴുതിയ പേപ്പർ ഫുള്ളും വാങ്ങിച്ച് പുതിയ ആൻസർ ഷീറ്റ് അഥവാ ബുക്ക്ലെറ്റ് തരും. അല്ലെങ്കിൽ ആ പരീക്ഷ ഡീബാർ ചെയ്ത് അടുത്ത വട്ടം, അതായത് ജൂനിയേഴ്സിനൊപ്പം മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ. ബാക്കിയുള്ള പരീക്ഷകൾ എഴുതാം, എന്നാൽ കോപ്പി അടിച്ച പരീക്ഷ മാത്രം അടുത്ത വട്ടം ജൂനിയേഴ്സിനൊപ്പം എഴുതേണ്ടി വരും. ഇതിൻ്റെ ഭാഗമായിട്ട് യൂണിവേഴ്സിറ്റി നമുക്ക് മെമ്മോ അയക്കാറുണ്ട് ത്രൂ മെയിൽ വഴി. അതിൻ്റെ ഫലമായിട്ട് ഹിയറിങ്ങിന് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകേണ്ടി വരും. കുറച്ച് ചില കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടി വരും. ഇങ്ങനെ ചില നിയമവട്ടങ്ങളൊക്കെ ഇതിലുണ്ട്. വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, പരമാവധി സെമസ്റ്റർ പരീക്ഷകളിലെ കോപ്പി അടിക്കാതിരിക്കാൻ നോക്കുക. കോപ്പി അടിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവാറുള്ളത്. ചിലപ്പോൾ അത് വാർണിംഗ് ആയിട്ട് വിട്ടുകൊടുക്കാറുണ്ട് ചില ഇൻവിജിലേറ്റേഴ്സ്. ചില ഇൻവിജിലേറ്റേഴ്സ് യൂണിവേഴ്സിറ്റിയിലേക്ക് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ചിലർ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കോൺഫിഡൻഷ്യലായിട്ട് ആ കുട്ടിയെ മാത്രം സെമിനാർ ഹാളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഐസൊലേറ്റഡ് റൂമിൽ വിത്ത് ക്യാമറയുടെ സഹായത്തോടു കൂടി, ക്യാമറ മോണിറ്ററോട് കൂടിയാണ് വാച്ച് ചെയ്യാറുള്ളത്. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വരാറുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് വിദ്യാർത്ഥികളിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ചെയ്തു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ സ്റ്റാറ്റസും കൂടി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മറ്റുള്ളവർക്ക് ഉപകാരമായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.